അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷം, ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് വലിയ ഹൈറായൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതില്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്? എൻഡോർഫിൻ്റെ അളവ് കൂട്ടുക. നമ്മൾ സൈക്കോളജിയിലൊക്കെ പറയാറുണ്ട്, എൻഡോർഫിൻ്റെ അളവ് കൂട്ടണം, ഡോപ്പോമിൻ്റെ അളവ് കൂട്ടണം, ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കണം. സന്തോഷമാണെന്ന് പറയാറുണ്ട് നമ്മൾ. എന്താ പോണ്, സന്തോഷം തന്നെയാണ്. എന്താ വിശേഷം? സന്തോഷമാണ്. ഞാൻ മുമ്പ് പറയാറുണ്ട്, ഈ സന്തോഷമാണ് എന്നുള്ളത് പറയണതും ഇങ്ങനെ പോകണമെന്നുള്ളതും പറയണതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സ് തുറന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. നന്ദി മേടിക്കാനും കൊടുക്കാനും പഠിക്കണം. നന്ദി മേടിച്ചാൽ മാത്രം പോരാ, കൊടുക്കാനും പഠിക്കണം. വേണ്ടപ്പെട്ടവർക്കൊക്കെ നന്ദി വാക്കുകൾ പറയണം, പ്രശംസ കൊടുക്കണം. അവരെ പ്രശംസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോപ്പോമിൻ അളവ് കൂടുന്നതാണ്. ഒരാൾക്ക് നന്ദി അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡോപ്പോമിൻ അളവ് കൂടും. പ്രശംസ നന്നായി കൊടുക്കണം. പ്രശംസിക്കേണ്ടവരൊക്കെ പ്രശംസിക്കണം. സ്ട്രെസ്സ്, ആൻസൈറ്റി, അതുപോലെ ഡിപ്രഷന്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുമ്പോൾ അതുവഴി നമുക്ക് രോഗങ്ങളുണ്ടാക്കുക. രോഗത്തിൻ്റെ 99% കാരണങ്ങൾ ഇതിലൊക്കെ ആയിരിക്കും. കാലുവേദന, കയ്യുവേദന, ഊരവേദന, ഇതൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബ്ലഡ് സർക്കുലേഷന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പലയിടത്തും രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു കാര്യമാണ് ശരിക്കും മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ അവൻ റബ്ബിനെ അറിയുന്ന, അപ്പോഴാണ് ആ റബ്ബിനെ അറിയുക. കാരണം ഈ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷനറി ഫാക്ടറികൾ, അതിൻ്റെയൊക്കെ സെറ്റപ്പുകൾ, ഭക്ഷണം കഴിച്ച, അതൊക്കെ വലിയൊരു വിഷയമാണ്. ബയോളജിക്കലും ഫിസിയോളജിയൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ വലിയ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ നമ്മളിതൊന്നും ചിന്തിക്കാറില്ല. നമുക്കിപ്പോൾ ആ വക വാഴ്ചത്തിലേക്കൊന്നും ചിന്തയില്ല. നമുക്കിങ്ങനെ ജോലി ചെയ്യണം, വന്ന് കിടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതന്നെ ഉള്ളൂ. വേറെ ഭൗതികമായ മറ്റുള്ള യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളോ നമ്മുടെ ചിന്തകളോ ഒന്നും നമുക്ക് പ്രശ്നമേ അല്ല. നമ്മളിതൊക്കെ ഒന്ന് ശരിക്കും ചിന്തിക്കാൻ തയ്യാറായാൽ നമുക്കൊരുപാട് ഡിപ്രഷൻ കുറഞ്ഞു കിട്ടും. ഹാപ്പിനെസ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ രോഗം ഉണ്ടായിത്തീരുക. ഹാപ്പിനെസ് കൂടുതലായി ഡിപ്രഷൻ കൂടുമ്പോഴാണ് നമ്മുടെ ഹാർട്ട് ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാറ്റിനും അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്ത്, പിന്നെ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് നമ്മളൊരു നല്ല മട്ടത്തിലുള്ള ജീവിതമാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് വേണ്ടതറിയോ? നമ്മുടെ മനസ്സാണ് എല്ലാറ്റിനും കാരണം. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അതിന് ശരിക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിന് വർക്ക്ഷോപ്പ്, മനസ്സാകുന്ന നമ്മുടെ ഗാഡിയെ, നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് മനസ്സ്. ആ മനസ്സിനെ വർക്ക്ഷോപ്പിലിട്ടൊന്ന് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയണം. പാകപ്പെടുത്തിയെടുത്താൽ നമുക്കതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഈ ഹാപ്പിനെസ് ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു വിഷയമാണത്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരുപാട് കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊടുക്കുക, നന്ദി മേടിക്കുക, പ്രശംസ കൊടുക്കുക, പ്രശംസ ഇങ്ങോട്ട് മേടിക്കുക, ഇങ്ങനെയുള്ള ഒരു നല്ല മനസ്സ്, പ്ലെയിൻ ഹാർട്ട്, കളങ്കമില്ലാത്തൊരു പ്ലെയിൻ ഹാർട്ട് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്കാരെയും ഒന്നും പറയാനില്ല. നമുക്കാരോടൊന്നും പറയാനില്ല. എല്ലാവരും ചിരി ഒരു വലിയ വിഷയമാണ്. ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക. ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിയല്ല. ഇടയ്ക്ക് കൂട്ടുകാരെ കൂടിയിട്ടൊക്കെ ചിരിച്ച്, നല്ല നിലയിൽ ചിരിച്ച് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയണം. മനസ്സ് തുറന്നുള്ള ചിരി അത് നല്ല ചിരിയാണ്. മൈൻഡ് കൊണ്ടുള്ള ചില ചിരിയുണ്ട്, അത് താൽക്കാലിക, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടുള്ള ചിരിയാവും മൈൻഡിൻ്റെ ചിരി. ഏതെങ്കിലും വലിയ പണക്കാരടുത്തൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ ബോസിൻ്റെ ഒക്കെ ചെല്ലുമ്പോഴുള്ള ചിരി ഉണ്ടല്ലോ, അത് മൈൻഡ് കൊണ്ടുള്ള ചിരിയാണെന്നാ. തൽക്കാലം ആ ബോസിനോടല്ല, ഉള്ളിൽ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. കാരണം അത് നിലനിൽപ്പിൻ്റെ കാര്യമാണ്. മനസ്സുകൊണ്ടുള്ള ചിരിയുണ്ട്, അത് നല്ല ഹാപ്പിനെസ് കിട്ടുന്ന ചിരിയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഒരാളെ മുഖത്തേക്ക് നോക്കിയാലും ഭീകരമുഖം,
ദേഷ്യം പിടിച്ച മുഖം ഇല്ലാണ്ടാക്കുക. നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകാം, ഒക്കെ ഉണ്ടാവാം. അതൊന്നും നമ്മുടെ മുഖത്ത് കാണരുത്. സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, തലാഖത്തുൽ വജ്ഹ്, മുഖത്തിന് പ്രസന്നത ഉണ്ടാവുക എന്ന്. മുഖത്ത് നോക്കിയാൽ നല്ലൊരു പ്രസന്നമായ മുഖം ഉണ്ടാവണം. അതിന് നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായി വരാൻ പറ്റും. ടെൻഷനും പ്രയാസങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ പ്രയത്നിക്കുക. അവർ ചെയ്തു, ഇവർ ചെയ്തു, അങ്ങോട്ട് ചെയ്തു, ഇങ്ങോട്ട്, ഇതൊക്കെ നമ്മളങ്ങ് മാറ്റിവെക്കുക. എന്നെ സംരക്ഷിക്കാൻ ഞാനേ ഉള്ളൂ. താൽക്കാലികമുള്ള സ്നേഹമല്ല, ജീവിതമല്ല എനിക്കുള്ളത്. ഈ ജീവിക്കുന്ന കാലം, ലൈഫ് ഇവിടെ ജീവിക്കുന്ന കാലം ടെൻഷനോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ സുഖവും ദുഃഖവും സ്നേഹവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി തീർക്കണതാണ്. ഒരാൾ തന്നിട്ടൊന്നും നമുക്കൊരു സ്നേഹവും സുഖവും ഉണ്ടാവില്ല. നമ്മളെ മനസ്സിൽ നിന്നുണ്ടാവണം. അവരെന്നെ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുത്താൽ ബുദ്ധിമുട്ടാണ്. അവരിന്നത് പറഞ്ഞോട്ടെ, എൻ്റെ മനസ്സിനതൊരു പ്രശ്നമല്ല. എനിക്കതിനൊക്കെ താങ്ങാൻ പറ്റിയൊരു പരിചയമാണ്. എന്ത് പ്രശ്നം വന്നാലും അതിന് താങ്ങാൻ എനിക്ക് കഴിയും. അതിനൊക്കെ വേണ്ടത് യഥാർത്ഥ വിശ്വാസമാണ്. അടിയുറച്ച ഈമാനിക വിശ്വാസമുള്ള ഒരുത്തനെ കുറിച്ചിടത്തോളം ലോകത്തൊന്നും ഒരു പ്രശ്നമല്ല. വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. നിങ്ങളാണ് എല്ലാവരുടെ മുന്നിലും ഏറ്റവും ഉയർന്നവർ. നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു വിഷമം വരില്ല. നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഖുർആനാണ് പറഞ്ഞത്. എന്ത് വേണം? ഇൻ കുന്തും മുഅ്മിനീൻ. അണ്ടർലൈൻ ചെയ്യേണ്ടത് അവിടെയാണ്. അടിയുറച്ച വിശ്വാസമുള്ളവരാവണം. നമ്മുടെ നാവിൻ തുമ്പിലുള്ള വിശ്വാസം നേരെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ കൽബിൽ രൂഢമൂലമാകണം. അങ്ങനെ രൂഢമൂലമാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവുക. ഇത് ഇടക്കാലം എന്നിട്ടുള്ള 28 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദിക്റും തസ്ബീഹും നിസ്കാരവും ഒക്കെ ഭയങ്കര ഉഷാറായി ചെല്ലും. പ്രയാസം ഇല്ലാതാവുമ്പോഴോ ഒക്കെ മാറ്റിവെക്കും. ഈ സ്വഭാവം നമ്മളെ ഒരിക്കലും വിജയിപ്പിക്കൂല. ചൊല്ലിപ്പറഞ്ഞത് വെറുതെയാവും. ഹൃദയത്തിൻ്റെ അകത്തുള്ള വിശ്വാസമില്ലാതെ നമ്മൾ ഖുർആൻ ഓതുന്നതോ ഹൃദയത്തിൻ്റെ അടുക്കൽ രൂഢമൂലമായ വിശ്വാസമില്ലാതെ ദിക്റ് ചെല്ലുന്നതോ ഒന്നും ഫലമില്ലാണ്ട് പോവുക. നമുക്ക് അത് പറയേണ്ടതില്ലല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ വീഡിയോ കൂടുന്നത് കൊണ്ട് സംസാരിക്കണില്ല കൂടുതൽ. അല്ലാഹു തആല നമുക്ക് നല്ലതൊക്കെ പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനുള്ള മനസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും.